The General Secretaries of BJYM Kozhikode, Hari Prasad Raja and Jubin Balakrishnan, will now present a garland to our esteemed Bengaluru South MP, Shri Tejasvi Surya, as a token of our affection and appreciation. I call upon Sri T. Renish, Calicut District BJYM President and Councillor for Pudiyara Ward, to formally welcome the gathering. ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആരാധനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽജി, യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനും ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ യുവാക്കൾ ആരാധിക്കുന്നതുമായിട്ടുള്ള ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രി അലങ്കരിക്കാൻ പോകുന്ന യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യാജി, മറ്റ് യുവമോർച്ചയുടെ ഭാരവാഹികളെ, കർമ്മധീരായ പ്രവർത്തകരെ, സാദര നമസ്കാരം. നമുക്കറിയാം, ആസന്നമായ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടി ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. കാലാകാലങ്ങളായി ഇടതിനും വലതിനും ഭരിച്ചിട്ടുള്ള ഈ കേരളത്തിൽ ബിജെപിയുടെ ഭരണം ഇതാ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ശാശ്വതമാക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ യുവജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ കേരളത്തിലെ 4 പരിപാടികൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ സാമൂതിരിയുടെ മണ്ണിലെ ഇവിടുത്തെ യുവാക്കളുമായി സംവദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ സാമൂതിരിയുടെ മണ്ണിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിലെ ഇവിടുത്തെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുള്ള നിരവധി യുവാക്കൾക്ക് വേണ്ടി സമരം നയിച്ചിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയുടെ സമാരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽജി, അദ്ദേഹത്തിനും ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം പറയുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ പത്രമാധ്യമ സുഹൃത്തുക്കൾ, സംഘപരിവാർ പ്രവർത്തകർ, മറ്റെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ആരാധനായ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽജിയെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ബഹുമാന്യനായ ദേശീയ അധ്യക്ഷൻ ശ്രീ തേജസ്വി സൂര്യാജി, കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ ശ്രീ ടി റനീഷ്, ബാലുശ്ശേരി യുവമോർച്ചയുടെ മഹിളാ കോർഡിനേറ്റർ ശ്രീമതി ശിഖ, സ്റ്റേറ്റ് ട്രഷറർ ശ്രീ അനൂപ് മാസ്റ്റർ, IT സെൽ കോർഡിനേറ്റർ ശ്രീ അഭിലാഷ് അയോധ്യ, മറ്റ് പ്രിയ സഹപ്രവർത്തകന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നും നാളെയുമായി ശ്രീ തേജസ്വി സൂര്യാജിയും അതുപോലെ തന്നെ നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ സാറും കേരളത്തിലെ വിവിധ പരിപാടികളിൽ സംബന്ധിച്ച് യുവാക്കളോട് സംവദിക്കാൻ വേണ്ടി പോവുകയാണ്. മെട്രോമാൻ ഇ ശ്രീധരൻജി
അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ ചില പ്രോഗ്രാമുകളിൽ എത്താനുള്ള വിഷമമുണ്ട്. ഇന്ന് കോഴിക്കോടേക്ക് വരാമെന്നേറ്റതായിരുന്നു. പക്ഷേ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ളൂ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോഴിക്കോടേക്ക് വരാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം കഴിഞ്ഞ 6 വർഷത്തെ ഭരണം കൊണ്ട് നാം കണ്ടത് ഒരു പുതിയ ഇന്ത്യയെയാണ്. പതിറ്റാണ്ടുകളായി ഭാരതം ഭരിച്ച് വികസന മുരടിപ്പിലേക്ക് നയിച്ച ഭാരതത്തെ ഒരു പുതിയ ഭാരതമാക്കി സൃഷ്ടിച്ചെടുക്കാൻ നരേന്ദ്രമോദിജിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പുതിയ ഇന്ത്യയെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന പുതിയ ഭാരതം. മുഴുവൻ രാജ്യങ്ങൾക്കും കോവിഡ് വാക്സിൻ കൊടുക്കാൻ സാധിക്കുന്ന രാജ്യമായി ഭാരതം മാറുന്നു. ലോകത്തിനു മാതൃകയായി ഭാരതം മാറിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഭാരതത്തിലുള്ള ഒരു സംസ്ഥാനമാണ് ഈ കേരളം. ഈ കേരളത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണ്ടേ? 6.5 പതിറ്റാണ്ട് കാലത്തെ ഇടതു വലതു മുന്നണികളുടെ മാറിയുള്ള ഭരണം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് സംഭവിച്ചത് എന്താണ്? വികസന മുരടിപ്പിന്റെ ബാക്കിപത്രമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. തൊഴിലില്ലായ്മ ഇവിടെ രൂക്ഷമാണ്. വികസന പദ്ധതികളൊന്നും തന്നെ കേരളത്തിൽ നടപ്പിലാവുന്നില്ല. വലിയ കമ്പനികൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും തേടിപ്പോകുമ്പോൾ, ഗുജറാത്തിനെയും UP-യെയും ഉൾപ്പെടെ തേടിപ്പോകുമ്പോൾ കേരളത്തിലേക്ക് വ്യവസായ സംരംഭങ്ങൾ കടന്നു വരുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? വികസനോന്മുഖമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു ഭരണാധികാരികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് അതിനുള്ള കാരണം. ഈ ഒരു സാഹചര്യത്തിന് മാറ്റം വരണം. പുതിയ ഭാരതത്തിൽ പുതിയ കേരളവും ഉണ്ടാകണം. വികസനമുള്ള ഒരു കേരളം, അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള വികസനോന്മുഖ കാഴ്ചപ്പാടുകളാണ്. എന്താണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന നയങ്ങൾ? BJP മുന്നോട്ട് വെക്കുന്ന പുതിയ കേരളം എന്താണ്? അത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്, അത് കേരളത്തിലെ യുവാക്കളുമായി സംവദിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, യുവാക്കൾ എന്ന് പറയുന്നത് പൊതുവെ പറയാറുണ്ട്, സാഹിത്യകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശക്തമായ മഴയിൽ ആർത്തലച്ചു വരുന്ന മഴവെള്ളമുണ്ടല്ലോ, ആ മഴവെള്ളം പോലെയാണ് യുവാക്കൾ എന്ന് പറയും. ആ മഴവെള്ളം സർവം നശിപ്പിച്ചുകൊണ്ട് കടന്നു പോകും ചിലപ്പോ ആ മഴവെള്ളം. പക്ഷെ ആ മഴവെള്ളത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഇല്ലേ? തടയണയൊക്കെ കെട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, കൃഷിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആ മഴവെള്ളത്തെ എങ്ങനെയൊക്കെയാണോ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതോ അതുപോലെ ആ യുവജനതയുടെ കരുത്തിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കണം. ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലഘട്ടമാണ് യൂത്ത്, നമ്മുടെ ഈ ഒരു പ്രായം എന്ന് പറയുന്നത്. വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സമയമാണ്. എന്തിനേയും ഏത് നെറികേടിനെതിരെയും ശബ്ദമുയർത്താനുള്ള ആർജവമുള്ള സമയമാണ്. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിലെ യുവത്വം, നല്ല വിദ്യാഭ്യാസമുള്ളവർ പോലും, വിദ്യാസമ്പന്നർ പോലും സമൂഹത്തിൽ തങ്ങൾക്ക് ചെയ്യാനുള്ള കടമകൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി ഒരു വലിയ വിഭാഗം യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിലെ യുവാക്കളോട് ആഹ്വാനം ചെയ്തത്, നിങ്ങളുടെ ഉപാസ്യ ദേവത അത് ഭാരതാംബയായിരിക്കണം. ഒരു പുതിയ ഭാരതത്തിന്റെ പുനർനിർമ്മാണത്തിന് യുവാക്കളോട് സ്വാമി വിവേകാനന്ദൻ ആഹ്വാനം ചെയ്തു. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന കഠോപനിഷത്ത് മന്ത്രം, ആ മന്ത്രം മുഴക്കിക്കൊണ്ട് ഈ രാജ്യത്തെ യുവാക്കളെ മുഴുവൻ ഉണർത്തിയ സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹമൊക്കെ വിശ്വസിച്ചിരുന്നത് ഈ രാജ്യത്തെ യുവാക്കളുടെ ശക്തിയിലാണ്.
ശക്തരാണ് ഭാരതത്തിലെ യുവാക്കൾ. ലോകത്ത് അനു എന്ന് പറയുന്ന കാരക്കോണത്തെ, തിരുവനന്തപുരത്തെ കാരക്കോണുള്ള ഒരു യുവാവ്, മിടുക്കനായ നല്ലവണ്ണം പഠിക്കുന്ന ഒരു യുവാവ്, ജോലി കിട്ടാത്തതിന്റെ പേരിൽ, സർക്കാർ ജോലി അത് കിട്ടാത്തതിന്റെ പേരിൽ, ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. കേരളത്തിലെ യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നില്ല. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ വികസന പദ്ധതികൾ ഉണ്ടാകുമ്പോ, അവർക്ക് ജോലി ലഭിക്കുമ്പോ, ഉന്നത വിദ്യാഭ്യാസം നേടിയവർ പോലും ജോലിക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ബാംഗ്ലൂരിലേക്ക് തേജസ്വിജി പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന്. അദ്ദേഹത്തിന്റെ അവിടെ സ്ഥിര താമസമാക്കിയവർ അദ്ദേഹത്തിന്റെ വോട്ടർമാരായിട്ട്. അപ്പൊ മലയാളികൾ അന്യ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾക്ക് ജോലി നൽകാൻ സാധിക്കുന്നില്ല. PSC സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുന്നു. സ്വയം സംരംഭകരായി ആളുകൾക്ക് ജോലി നൽകുന്നവരായി മാറാൻ കേരളത്തിലെ യുവാക്കൾക്ക് സാധിക്കുന്നില്ല. നരേന്ദ്രമോദി സർക്കാർ എത്ര വികസന പദ്ധതികൾ കൊണ്ടുവരുന്നു, അതിനുവേണ്ടി എന്തെല്ലാം സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ യുവാക്കൾക്ക് സാധിക്കുന്നില്ല. അതിനുള്ള സാഹചര്യങ്ങളില്ല. ആളുകൾ ഭയക്കുന്നു സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം. തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കൾ ആകൃഷ്ടരാകുന്നു. കഴിഞ്ഞ ദിവസം NIA-യുടെ റൈഡ് നടന്നു കേരളത്തിലെ 3 ജില്ലകളിൽ. എന്താ വരുന്നു കേരളത്തിൽ? കാരണം എന്താ? എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം. പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ വരെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അപ്പോ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഒരു പുതിയ കേരളത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കണം. ഈ ഭാരതം വികസിക്കുമ്പോൾ നമ്മുടെ കേരളവും വികസിക്കണം. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് പുതിയ കേരളം. ആ പുതിയ കേരളത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ നമുക്ക് യുവാക്കൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട പുതിയ കേരളത്തെ സംബന്ധിച്ച് പങ്കുവെക്കാനുണ്ട്. അത്തരം പങ്കുവെക്കലുകൾ അതിനു വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു പുതിയ കേരളത്തിന് വേണ്ടി നരേന്ദ്രമോദി എന്ന് പറയുന്ന ദാമോദർദാസ് മോദി, ആ നരേന്ദ്രമോദി ഇവിടെ സൃഷ്ടിച്ചത് പുതിയ ഭാരതമാണ്. ആ പുതിയ ഭാരതത്തിൽ പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി. വന്ദേ മാതരം. Thank you, sir, for your powerful speech. An entrepreneur, lawyer, former National Kalaripayattu champion, former KSU unit secretary in Government Law College, Calicut, and a die-hard Congress worker and supporter, Hrithik Ashok, today joins the Bharatiya Janata Party. I request Shri Tejasvi Surya He is one of the most popular and sought after faces among the youth leaders in the BJP. A fiery orator, he demolishes opponents and fake narratives armed with facts and figures. He is the one we all have been waiting to hear. Friends, please welcome MP of Bengaluru South and National President of BJYM, the dynamic Shri Tejasvi Surya, for his speech. भारत माता की जय। मोर जोश। भारत माता की जय।
brothers and sisters of Kerala, dynamic and charismatic state president of Bharatiya Janata Yuva Morcha, Shri Prafulla Krishnan ji, for organizing 5 programs over the course of the next 2 days. And on behalf of all of you, I thank him and wish him the very best in his tenure. I also thank our district president and municipal member Ranish T, who won the election this time and is leading the party's voice in the Kozhikode Municipal Council. I wish him, on behalf of all young people of Kozhikode, the very best. We want more young people like you in all important positions of elected representatives. I also thank our State General Secretary, Yuva Morcha, Ganesh ji, our Mahila Convener, Shikha ji, our State Treasurer, Anup ji, and most importantly, on behalf of all of you, I have come here to assure, support, and stand by our young, dynamic, youthful candidate, Libin Bhaskar, who will be the voice of young people of Kerala inside the Kerala Assembly. Friends, it gives me immense joy to see so many young leaders taking such important responsibilities and marking the future of Kerala's political leadership by your grit, determination and hard work throughout the Bharatiya Janata Party. If there is one political party in India today which promotes talent, which promotes hard work, which promotes you, gives you opportunities and makes you leaders without asking which family you were born in, what surname you have, it is only the Bharatiya Janata Party which will do that thing, because this is a political party which gives to the country a prime minister whose mother, whose father were coming from the lowest of the social economic strata. A prime minister who was selling all of them. So many young karyakartas of the Bharatiya Janata Party. All of you have so much capability, so much strength and talent. The Bharatiya Janata Party will provide all of you with immense opportunities to work and serve the motherland. Friends, I come from Karnataka. I am the member of parliament from Bengaluru. All of you know that thousands of people from Kerala, especially young people, come to Bengaluru and they live in Bengaluru and work in Bengaluru. Over the course of my interactions with them, I have always felt that the Malayalis are one of the most hardworking people, extremely talented. They have the ability to get things done. However, in the course of my interactions with all of them, we always learn that they come outside of Kerala. They always go out of Kerala to seek better opportunities and better avenues of income. I was just speaking to our Yuva Morcha Karyakartas. They were telling me
that the moment somebody completes his education, every Keralite with a good education wants to go out of Kerala. He either wants to go to Bengaluru, he wants to go to Delhi, Bombay, Pune, or the first preference is going to Gulf. But for how long will this continue? You work all your youthful days in some other place, leaving your Punya Bhumi, Karma Bhumi, Janma Bhumi away. And at the end of it all, you save some money, you buy one property here and try to come back and try to live a life when you're really old. This is typically how most of the people here are living because of lack of opportunities here. And this is not a story of today or yesterday. This has been the case in Kerala for the last 50, 60 years. Why is that so? A land which is so blessed with natural resources, extremely capable human resources, the ideas of communism and the Communist Party in particular can alone be said to be responsible for Kerala's poverty, Kerala's unemployment, Kerala's lack of development, and the migration of young people outside of Kerala to seek better opportunities. It's only the Communist Party and the copy of the Communist Party, the cheap copy of the Communist Party, which is the UDF. These two have resulted immense magnitude of losses, suffering to people of Kerala. You look at communism anywhere in the world. You look at any part of the world. The communists have always destroyed anything that they have touched. They are like Bhasmasuras. Anything that the communist touches gets reduced to ashes. Anything that the communist touches gets destroyed. Anything good that the communist touches becomes ugly and rotten and bad because inherently communism is rotten. And what have the communists done to Kerala? Last 60 years, they did not let private industry flourish, which is the only possible avenue for young people to get more jobs and opportunities. Kerala today is not among the top states which attracts the FDI, foreign development investment, foreign direct investment. Even investment from India is preferred to other parts of the state and not to Kerala. If there are 10 people, there are 5 unions. And this culture did not allow any development to take place. In the same way, in the entire state's polity, they brought about corruption, syndicatism, and a pervasive culture of hating anything that is Indian. Anything that belongs to the culture of this land, they hate it because their ideology is not from India, it is from abroad. Have you ever wondered why the communists hate our traditions, our temples so much? Why is it that they want to desecrate all our temples? Why is it that they have allergy to anything that is native, anything that is traditional and Indian? It is because the communist ideology itself is not born in this soil. The communist ideology has come from outside of this country, which is why anything which is Indian, they hate it, they don't like it.
So today we have a very unique challenge in Kerala. That in the last 50-60 years, the communists and their copycats, the UDF, the Congress party and the Communist party are two sides of the same coin. But the Congress party in India today is so confused because they have a confused leader. They have no idea, no ideology, no policy and no leadership. Imagine this. In West Bengal, the Congress is fighting against the communists. In Kerala, they are fighting against the communists. Commitment to people, only such a political party can do this kind of double game. You are with one party in Kerala, you are against the very same party in West Bengal. Even in parliament, the Congress party is a confused lot. In the Lok Sabha, they walk out. In the Rajya Sabha, they participate in the debate. In every day on every issue, the Congress party is a confused party. In Kerala, the Congress party and the LDF have in the last 50-60 years destroyed the social fabric of the state. There are just three important issues I think I want to highlight to all of you today. The very first issue, my dear friends. The youth of Kerala today are desperately seeking better employment opportunities. There is no employment in Kerala today. There is no employment generation happening in Kerala today. You don't let private industry come, and all the limited government jobs that are available through the PSC Commission scam, only those people who are relatives of Communist Party leaders, they are given opportunities in all public sector because that is the culture of the communists. It is not only in Kerala. Do you know who the dictator of North Korea, Kim Jong-un, do you know him? He has a very fancy haircut. Kim Jong-un. Have you seen his pictures? You know who he appoints to all important posts? His sister, his sister-in-law, his brother-in-law, only these people. Do you know one other person who appoints such family members only to government positions? Fidel Castro was appointing like that. You know where he was doing it? In Cuba. He was appointing such people, his relative, brother, sister, father, all of these relatives he was appointing. Same way, in Cuba, in Venezuela, in all of these communist dictatorship countries, communist leaders always appoint their relatives and their party men to positions of importance. There is one another place in the world where similar appointment is happening. You know where it is? It is here in Kerala. Just like Kim Jong-un in North Korea appoints his sister, brother, sister-in-law, father-in-law to all important positions, here in Kerala, the communist dictatorship, the communist government appoints only its relatives to all important positions. If you are a talented young person in Kerala, you will not be appointed. Even if you are meritorious, even if you score good marks, you will not get appointed because you are not relative of a communist leader. The only qualification for getting any employment in government today in Kerala is by being born as a communist leader's relative. Where should young people of Kerala go? The communists do not allow private enterprise. They do not allow private companies, industries.
My Yuva Morcha friends were just showing me the condition of the Comtrust building today. The dilapidated structure. Have you seen how old and how disposed the building looks? That is the condition of the mentality of the Communist Party today. So this is a very big challenge. So the young people of Kerala, for better employment, better prosperity, better growth, there is only one alternative that is possible. That is the alternative led by the Bharatiya Janata Party. The UDF and the LDF cannot give employment to young people of Kerala. Friends, the other important issue, which is as important as the first one, is the change in social fabric that is taking place in Kerala. All of you are educated young people. I want to request all of you. Every day we read in the headlines how SDPI, PFI, the Welfare Party, the Jamaat-e-Islami, all of these radical Islamic terrorist organizations are growing strength and strength in Kerala every day. And how are they doing it? They are doing it because the communists and the Congress support them. Without their support, without their encouragement, without their funding, these organizations cannot grow. Look at the fabric of Kerala. Every day this fabric is changing. This is a very serious issue. This is a civilizational battle. It is happening on two fronts. One, the communists try to spoil and destroy our temples, our temple culture. The case in point can be Sabarimala. All of you know how our sisters and mothers of Kerala fought for protection of the traditions of Sabarimala. On behalf of all Hindus, on behalf of all devotees of Sabarimala, I come from Karnataka. Every year, lakhs of Kannada people come every year to Sabarimala. On behalf of all of them, I want to salute all the mothers and sisters of Kerala for their fight to protect the traditions of Sabarimala. You protected it. But imagine the doublespeak of the Congress. Shashi Tharoor, other leaders of the Congress, they say they are in support of Sabarimala. Congress says they wanted to support the continuation of tradition in Sabarimala. But when the protest happened, there was only one political party who stood along with the mothers and sisters of Kerala. Which was the party that stood with them? Only the Bharatiya Janata Party stood with them. All others only gave lip service. Nobody supported the Sabarimala movement. Only the BJP supported it. Because both the Congress, both the communists, both of them want to see Hindu culture, our native culture, our traditions, our temple culture, everything. Where LDF is strong, UDF will support it because they want to keep the BJP away. By keeping the BJP away, you are keeping unemployment, you are keeping employment away, you are keeping prosperity away. You are keeping the protectors of this land away. That is my request to all of you. Friends, 2021
is the centenary year of the Mopla rebellion. All of you remember it? Do we remember the Mopla rebellion? The faith of this country alive. Then what happened in 1921 may happen another time. We cannot let that happen. That must be the resolve that all of us must do today. Lastly, my dear friends, I visited the house of Sunil and Nandu, one of our karyakartas who was killed. For how long can a state encourage politics of violence? Politics is a battle of ideas. Radical fear resort to violence to finish off political opponents. Friends, imagine they are all of our age, 27, 28, 29, some even younger. They have a whole life ahead of them. And they're killed. What people like Adi Shankar, who went from here and in the north defeated debate Mandana Mishra, the land of debate and discussion, the land of ideas. Can we in the Bharatiya Janata Party? Can this downfall of rule of law can be arrested? I only want to ask all of you. The communists and the Congress are masters at hypocrisy and double speak. How many seats have the Congress party given to women to fight in this election? The highest number of seats to contest in these elections to women candidates has been given by only the Bharatiya Janata Party. 17 seats the women candidates of the Bharatiya Janata Party are. Women empowerment, true and real women empowerment takes place not by breaking temple traditions, but by really empowering women, by giving them voice to enter our parliament, enter the legislature, enter the municipal council. I dare the communists and the Congress to give more. The state is facing the PSC scam, the gold scam, the mining scam. You touch a department, there is a scam.
This is a government of scams. The health minister is more. This will not progress. In conclusion, I want to ask all of you only one thing. Friends, whenever I tell my friends in Bangalore or other places about Kerala, about BJP's growth in Kerala, they always say that I don't think the BJP will grow very fast. BJP has a future in Kerala. There is only one thing that I tell all of them. This party started. We had 2 MPs. People said that in next election, even the 2 MPs will not be there. But what started as a campaign of 2 MPs, we have today 303 MPs all across the country. That is how steadily and surely the Bharatiya Janata Party grows. And how does the party grow? Nobody from outside can come and grow the party. Who is the party? You are the party. Friends, this is my most important message and request to all of you. Who is the party? Who is the BJP? BJP is not just Narendra Modi. BJP is not just Amit Shah. BJP is not just JP Nadda. And this is how dedicatedly, sincerely, thousands and thousands of people have given their entire life to protect and grow this party. Today I am in Kozhikode before all of you, all young people. All of you are in 20s and 30s. The next 20, 30 years, can all of us sitting here resolve that we will give all our strength, we will give our lifeblood to ensure that the Bharatiya Janata Party and this great ideology of Bharat Mata will survive and strengthen in Kerala? We will do it. Can we all resolve? If we don't do it, nobody else will do it. It is you who must fight this battle. And this battle is not about me. And how can we aspire to do that if we do not build a strong Kerala, a prosperous Kerala, a Kerala which will be the growth engine of the world? A Kerala where Islamic radicalism will not have any place. A Kerala where communists will have no strength. This is the Kerala that will grow ahead. Can you strong enough? Do we all have the strong resolve to do this? Yes. That's the only commitment that I seek. It's difficult. It is only the few people sitting here. Only you have the strength to do this. If it was easy, everybody else would have done it. That is my only request to all of you. Every time I come here, I
see the Karyakartas of Kerala, I go back inspired. Because your dedication, your commitment, and the honesty with which all of you work for the Sangathan is something that inspires me. Friends, thank you so much for coming here. Thank you so much for hearing me achieve new heights in this state. We will build new victories. We will forge new alliances. We will protect our temples. We will build new skyscrapers. We will build new companies. We will give employment to thousands. We will ensure that Kerala, like it was earlier in the golden times, the land which gave light and strength to the rest of Bharat, will again become the same land which will give strength, leadership and direction. We now have a short interactive session. If anyone sitting in the audience would like to ask some questions to our esteemed President of the BJYM and MP for Bengaluru South, Sri Tejasvi Surya, you can forward your questions. Please raise your hands and we can take the mic to the audience. ചോദിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, നമുക്കിന്ന് പാലക്കാട് പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് 3-4 പേർക്ക് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. ക്ഷമിക്കണം. Sir, this question is to Surya. As we know, India is a secular country where all religions should be equally treated. But why only Hindu temples comes under the government control? And I want to know your opinion about freeing Hindu temples from Spokesperson for the central government. I can only speak in my individual capacity and only as a party worker, and I can only speak as a devout Hindu. You cannot be a democracy, a secular democracy, if you want to control temples. If you want to control temples, then you must declare India to be a Hindu Rashtra, Hindu state. So, secular democracy and theocracy cannot work together. So, I am of the firm opinion that we must all move towards making sure that all state governments consciously do not control temples. This is something that all of us must be clear about and must work towards. Hello. The problem we face that the media, whatever we do for the society and whatever we do for the state, but we are not getting such type of support or something from the normal media. So how we can manage and how we can go through these critical stage. So that is the one of the
Sir, if you look at the journey of the BJP across the country, BJP never had the support of media. Even today, if the Congress party or Congress party's leaders make a small mistake, if they commit the gravest of moral turpitudes, then everybody is silent. So this media hostility towards the BJP is real. It is not just in Kerala, but in Kerala it is more. That I agree. There is only one option today. Friends, imagine when Advani ji, Vajpayee ji and Modi ji, all of them started building the party. That time they did not even have social media. They would make some speech, they would have said something, the media's powerful political tools. Well, TV may not show us, somebody else may not show us, but you have your mobile phone and you have people who watch you on social media. Why don't you every day make a 5-minute video? Why don't you go and show people? The transformation will happen slowly, but it will surely happen. And even in the media, I ask all of you, 5 or 6 of you come together. Just start a digital channel online. It will reach so many people. The only alternative to existing people is by creating new alternatives. There is no shortcut to it. There is no easy you want and post it on your own social media. It may go only to 100 people, 200 people. But if the content is good, if people resonate with it, people will start sharing it. It will start getting distributed organically. So the only way that we can target and overcome this media hostility is by real work, continuous work, and building our own parallel alternative platforms. So, I would like to highlight the issue of love jihad here. It's a very big issue. It's one of the obnoxious issues which Kerala is facing. Hundreds and hundreds of cases are already out, but still many things is happening inside the city. We don't know. But still, we came to know that the minister, Kishan Reddy, he replied the parliament were thrown out of the Kashmir Valley. So we have to be a little more strong on this issue because many people are afraid to say that they will become communal. So one of that issue. And I would also like to know the opinion about the population control bill, which is the need of the hour. We cannot just go on like this. So I would like to know about the need of population control, your personal opinion, and also would like to know about the opinion of one civil code. That is UCC, Uniform Civil Code. We hope that at the latest it will be implemented in this country. Thanks a lot. So this love jihad is a social reality in so many parts of the country. It may not be a government used term, but it is a social reality in so many parts. So the minister may have said that in that context. And in Kerala, the question of love jihad is a very serious question.
because it is affecting not only Hindus, it is also affecting Christians. In fact, this term love jihad was coined first by the Christians, and it is an issue of purely women's rights. You know, all those people who seem to be progressive, secular, forward thinking, modern, I want to ask all of them this very basic question. I believe that any Indian is free to marry any person he likes. Personally, I do not feel that, you should marry A, you should marry B. You should be free enough to marry whoever you like. But now the primary question is, if a Hindu woman or a Christian woman or any non-Muslim woman marries a Muslim man, will the same woman have the same rights that she enjoyed were she to marry a Hindu boy? This is the question. It is not about population, it is not about communal issue, it is not about Hindu versus Muslim, it is not that issue at all. It is a purely and purely women-centric issue, rights of women. So if you do not oppose love jihad, we oppose love jihad only because a Hindu woman or a Christian woman, if she marries a Muslim boy, she will lose all the rights to inheritance, property, domestic rights, divorce rights. All of these very, very important critical rights she will lose. This is the reason why we oppose it. So, those like us who seek to put an end to this ugly game of spoiling the future of non-Muslim women, who want to protect the marital rights of non-Muslim women, we are the real champions of the young women when it comes to this issue, and we must all go about very actively speaking about this and putting this in this context. Also, I request you, there are so many of our Christian friends. Please speak to them and make them understand this real threat as well. This is a battle which all of us together must fight. This is not just a battle of Hindu versus Muslims. It is a battle of women's rights, battle for women's rights. Thank you. Anything else? Unfortunately, we don't have time for any more questions. Okay, one last question. ക്ഷമിക്കണം, മലയാളത്തിലാണ്. പേര് പ്രഭീഷ് കുമാർ, ചേളന്നൂർ, BJPയുടെ ഒരു ബൂത്ത് പ്രസിഡന്റാണ്. ഈ അടുത്ത കാലത്തായി കേരളത്തിലെ പല ഭാഗത്തും നമ്മുടെ ചെറുപ്പക്കാരായ സംഘ വിവിധ ക്ഷേത്ര കാര്യകർത്താക്കൾ, പ്രവർത്തകർ വാഹനാപകടത്തിലും മറ്റും കൊല ചെയ്യപ്പെടുന്നുണ്ട്. കൊല ചെയ്യപ്പെടുന്നു എന്ന് തന്നെ പറയാം. ഇതിനെക്കുറിച്ച് ഇതിലെ അന്വേഷണ കാര്യങ്ങൾ അല്ലെങ്കിൽ സംഘടനയുടെ ഇതിലെ നിലപാട് എന്താണ് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. നമസ്തേ. He mentioned that many Karyakartas of the Sangha and the BJP have very mysteriously died in road accidents. And there have been too many such accidents to, just dismiss it as, the routine accidents. So he wants to know, as he's the booth president of the BJP in one of the small towns here, he wants to know does the party have a stand on this? Does the party intend to do anything about this? Because it's a huge loss, because most of those dying are young men. It is very unfortunate. It is extremely unfortunate what is happening.
which is why I mentioned in my speech. Sir, we can't remain mute spectators when young karyakartas of this party who are 25, 26, 23 are being brutally killed. And these road accidents, I don't think they are accidents. They are conspiracies. They are murders. So the party at every level is conscious of this, and we want to raise this issue at every level, and we want to fight this out politically. In conclusion, I only want to say this. On all of responsibility is this. When you choose a political leader, when you choose a party, when you choose a government, you typically choose the kind of society that you want to live in. When you choose a political party, when you choose a government, corruption, these murders, this increasing population of radical Islamic elements, all of these are an outcome of bad political leaders in office. Translate വളരെ ദൗർഭാഗ്യകരമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇതൊന്നും തന്നെ അപകടങ്ങളാണ് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. വ്യക്തമായിട്ടും ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനകളുണ്ട്, സംശയങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത്തരത്തിൽ നമ്മൾ ഏതൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, ഇത്തരം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതൊക്കെ തന്നെ അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് നാം തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ലീഡർഷിപ്പ്, നമ്മുടെ ഭരണാധികാരികൾ അവരുടെ ഇടപെടലുകളില്ലായ്മയാണ്, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. Friends, I just want to say one thing in conclusion. You know, you may have seen on YouTube, on WhatsApp and Facebook that a few months ago I had spoken about Kerala and Kerala's issues in the parliament. Do you remember? Have you seen? Some of you. You know, many people. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെന്റിൽ ഞാനൊരു ചോദ്യം തേജസ്വിജി ഒരു ചോദ്യം ഉന്നയിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു MP ആണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ചോദ്യം, കേരളത്തെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചത് എന്ന് ബാംഗ്ലൂരിലുള്ള ആളുകൾ ചോദിച്ചു. My answer was very simple. Unfortunately, the BJP just now does not have a Lok Sabha MP from Kerala. But that does not mean the voice of Kerala's young people, especially the nationalistic youth of Kerala, will not be represented in parliament. I will be the voice for all the nationalist young people of Kerala in parliament. You know why I will be all of your voice? It's because the symbol of the Bharatiya Janata Party, the Kamal symbol, the Tamarai, you are fighting every day the battle for that symbol. And because of that symbol, because on that symbol my people in Bengaluru, because fearing of loss in UP, he comes out of Masburi
comes because he has no choice. He comes here because he knows he will not win where he is from. We come here because we want to win here. There is a difference. We are not coming here because of convenience. We are coming here because of conviction. That is the difference between Rahul Gandhi and Bharatiya Janata Party. So, my dear friends, I live just 2 hours away. The flight from Bengaluru to Cochin is just 40 minutes. Every single time, any time there is any program of the Yuva Morcha, any time you are fighting for a cause, you are making a program, you are doing things among the young people of Kerala, count me in. I am there with you in every single program. I am there with you in every single fight. Because this is a civilizational battle that all of us are fighting for. So with those words, I want to thank you, I want to encourage you, and I want to give you strength that we are a party not of convenience. We are a party of conviction. That is the difference. Thank you so much, and I wish all of you the very best. Thank you. കാരണം ഇത്തരം വിഷയങ്ങൾ പാർലമെന്റിൽ എന്തുകൊണ്ടാണ് അഡ്രസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. വിഷയങ്ങൾ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിന്റെ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് യുവാക്കൾ നേരിടുന്ന വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ട് ഇത്തരത്തിലുള്ള നമ്മുടെ എംപിമാർ കൂടെ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ അവര് കേരളത്തിൽ വന്ന് മത്സരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പരാജയ ഭീതി കൊണ്ടാണ്. കാരണം ഉത്തർപ്രദേശിൽ നിന്നൊക്കെ പരാജയപ്പെട്ട് ഒളിച്ചോടി കേരളത്തിൽ വന്ന് മത്സരിക്കേണ്ട ഗതികേടിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ. BJPയുടെ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ജയിച്ചത്. അതേ ചിഹ്നത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലുള്ള BJP പ്രവർത്തകർ. അതുകൊണ്ട് ആ BJP പ്രവർത്തകരുടെ എന്ത് പ്രശ്നങ്ങളിലും മുഴുവൻ സമയവും, ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഏകദേശം 45 മിനിറ്റ് മാത്രം ഫ്ലൈറ്റ് ജേർണിയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ സിംഗിൾ എല്ലാ പ്രോഗ്രാമിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പു തന്നിരിക്കുകയാണ്. നന്ദി തേജസ്വി. Thank you very much, Tejasvi. On a personal note, I would like to thank you very much for including me in the 20 to 30 age group, even though I'm not. And I'm sure the others who are of my age, they're also clapping. You know, we are all very happy today. But I think we are as young as we feel. As a token of his love, affection, and heartfelt gratitude, our young, bubbly, and dynamic candidate for Balusheri, Libin Bhaskar, would now like to honor Sri Tejasvi Surya with a Pannada. Vipin Chandran, Treasurer.